തിരുവാതിര നക്ഷത്രക്കാരുടെ 2026 മെയ് മാസത്തെ ഫലങ്ങൾ വിശകലനം ചെയ്യുന്നതിന് മുന്നോടിയായി ഈ നക്ഷത്രത്തിന്റെ സവിശേഷതകളും 2026 എന്ന വർഷം ഇവർക്ക് നൽകുന്ന പൊതുവായ പശ്ചാത്തലവും വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആമുഖമായി നൽകുന്ന ഈ വിശകലനം വരാനിരിക്കുന്ന മാസത്തെ കൂടുതൽ വ്യക്തതയോടെ കാണാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ജ്യോതിഷ ശാസ്ത്രത്തിലെ 6ാമത്തെ നക്ഷത്രമാണ് തിരുവാതിര. രാഹു നക്ഷത്രനാഥനായും ബുധൻ രാശിനാഥനായും വരുന്ന ഈ നക്ഷത്രം മിഥുന രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അറിവ്, ബുദ്ധിശക്തി, ആശയവിനിമയ പാടവം എന്നിവയുടെ പ്രതീകമാണ് ഈ നക്ഷത്രം. കണ്ണുനീർ തുള്ളി അടയാളമായി വരുന്ന തിരുവാതിര ജീവിതത്തിലെ കഠിനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി പരിവർത്തനം നേടുന്ന വ്യക്തിത്വങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. 2026 മെയ് മാസത്തിലേക്ക് കടക്കുമ്പോൾ ഈ പരിവർത്തന പ്രക്രിയ അതിന്റെ ഒരു നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുന്നു എന്ന് പറയാം. 2026 എന്ന വർഷം പൊതുവെ ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലമാണ്. സാങ്കേതിക വിദ്യയിലും സാമ്പത്തിക നയങ്ങളിലും വരുന്ന ആഗോള മാറ്റങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരെ നേരിട്ട് ബാധിക്കും. കാരണം ബുധന്റെയും രാഹുവിന്റെയും സ്വാധീനമുള്ള ഇവർ ഇത്തരം മാറ്റങ്ങളോട് അതിവേഗം പ്രതികരിക്കുന്നവരാണ്. മെയ് മാസം എന്നത് ഉഷ്ണകാലത്തിന്റെ കാഠിന്യവും ഒപ്പം ഇടവപ്പാതിയുടെ വരവിനായുള്ള കാത്തിരിപ്പും ചേർന്ന സമയമാണ്. പ്രകൃതിയിലെ ഈ മാറ്റം തിരുവാതിരക്കാരുടെ മാനസികാവസ്ഥയിലും പ്രതിഫലിക്കും. ഒരു വശത്ത് കരിയറിലെ വലിയ ലക്ഷ്യങ്ങൾ നേടാനുള്ള ആവേശവും മറുവശത്ത് കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ നൽകുന്ന സമ്മർദ്ദവും ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. തിരുവാതിരക്കാർക്ക് സാധാരണയായി ഏത് പ്രതികൂല സാഹചര്യത്തെയും തന്റെ ഇടത്തോടെ നേരിടാനുള്ള കഴിവുണ്ട്. എന്നാൽ 2026 മെയ് മാസത്തിൽ കേവലം കഠിനാധ്വാനം കൊണ്ട് മാത്രം കാര്യങ്ങൾ സാധ്യമാകില്ല എന്ന തിരിച്ചറിവ് ഇവർക്കുണ്ടാകും. പ്രായോഗിക ബുദ്ധിയും കൃത്യമായ ആസൂത്രണവും സമ്മേളിക്കേണ്ട ഒരു മാസമാണിത്. മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്ത നിക്ഷേപങ്ങളും നടത്തിയ പരിശ്രമങ്ങളും അതിന്റെ ബലം നൽകി തുടങ്ങുന്ന ഒരു വിളവെടുപ്പ് കാലമായും ഇതിനെ കാണാം. എങ്കിലും രാഹുവിന്റെ സ്വാധീനം നിമിത്തം ചില അനാവശ്യമായ ഭയങ്ങൾ നിങ്ങളെ വേട്ടയാടിയേക്കാം. ഇതിനെ അതിജീവിക്കാൻ ആത്മീയമായ കരുത്തും യുക്തിസഹമായ ചിന്തയും ഒരേപോലെ ആവശ്യമാണ്. ഈ മാസത്തെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് തങ്ങളുടെ വ്യക്തിത്വത്തിൽ വലിയൊരു ശുദ്ധീകരണം നടത്തേണ്ടി വരുമെന്ന് കാണാം. പഴയ ചിന്താഗതികൾ ഉപേക്ഷിക്കാനും പുതിയ കാലത്തിനനുസരിച്ച് സ്വയം പരിഷ്കരിക്കാനും നിങ്ങൾ നിർബന്ധിതരാകും. ഇത് വേദനാരഹിതമായ ഒരു പ്രക്രിയ ആയിരിക്കുമെങ്കിലും മാസാവസാനത്തോടെ നിങ്ങൾ കൂടുതൽ കരുത്തരും വ്യക്തമായ ലക്ഷ്യബോധമുള്ളവരുമായി മാറും. സാമൂഹികമായി വലിയൊരു വലയം സൃഷ്ടിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. മെയ് മാസത്തിൽ ഈ കഴിവ് നിങ്ങളുടെ കരിയറിലും വ്യക്തിജീവിതത്തിലും വലിയ ഗുണങ്ങൾ കൊണ്ടുവരും. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ 2026 മെയ് മാസം നിങ്ങൾക്ക് പുതിയ വരുമാന മാർഗങ്ങളെ കുറിച്ച് ചിന്തിക്കാനുള്ള പ്രേരണ നൽകാം. പരമ്പരാഗതമായ രീതികളിൽ നിന്ന് മാറി ചിന്തിക്കുന്നത് വഴി വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. എന്നാൽ അത്യാഗ്രഹം പരാജയത്തിന് കാരണമായേക്കാമെന്ന ജാഗ്രതയും വേണം. കുടുംബ ബന്ധങ്ങളിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരുന്ന ഒരു മാസമാണിത്. സ്വന്തം ഇഷ്ടങ്ങൾക്കൊപ്പം മറ്റുള്ളവരുടെ വികാരങ്ങളെ കൂടി മാനിക്കാൻ തയ്യാറായാൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താം. ചുരുക്കത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് 2026 മെയ് മാസം എന്നത് ഒരു പരീക്ഷണശാലയാണ്. അവിടെ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ ഉരച്ചു നോക്കുകയും പോരായ്മകൾ പരിഹരിക്കുകയും ചെയ്യുന്നു. ഈ മാസത്തെ ഗ്രഹനിലകൾ നിങ്ങളുടെ ജന്മനക്ഷത്രത്തിന് നൽകുന്ന ഊർജം വളരെ വലുതാണ്. അത് പോസിറ്റീവായി ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാസങ്ങളിലൊന്നായി ഇതിനെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഓരോ മേഖലയിലും നിങ്ങൾ പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചും സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി പ്രതിപാദിക്കുന്നു. തിരുവാതിര നക്ഷത്രക്കാരുടെ കരിയറിൽ 2026 മെയ് മാസം വലിയ കുതിച്ചുചാട്ടങ്ങൾക്കും ഒപ്പം ചില വെല്ലുവിളികൾക്കും സാധ്യതയുണ്ട്. ഈ മാസം ജോലിസ്ഥലത്ത് നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടി വരുന്നത് നിങ്ങളുടെ കരിയർ ഗ്രാഫ് ഉയർത്താൻ സഹായിക്കും. IT, കമ്മ്യൂണിക്കേഷൻ, മാധ്യമം, അധ്യാപനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം സുവർണാവസരങ്ങൾ ലഭിക്കും. എങ്കിലും സഹപ്രവർത്തകരിൽ നിന്നുള്ള ചില അസൂയപരമായ നീക്കങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവർ മോഷ്ടിക്കാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മാത്രം മുന്നോട്ട് പോവുക. ഏറെ നാളായി ഒരു നല്ല ജോലിക്കായി കാത്തിരിക്കുന്ന തിരുവാതിരക്കാർക്ക് മെയ് പകുതിയോടെ അനുകൂലമായ വാർത്തകൾ ലഭിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങുകയും പുതിയ ഓഫർ ലെറ്ററുകൾ ലഭിക്കുകയും ചെയ്യും. മൾട്ടിനാഷണൽ കമ്പനികളിൽ അവസരം ലഭിക്കാൻ കൂടുതൽ സാധ്യത കാണുന്നു. വ്യാപാര രംഗത്തുള്ളവർക്ക് മെയ് മാസം ലാഭകരമായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ സുതാര്യത പുലർത്തേണ്ടി വരും. കയറ്റുമതി ഇറക്കുമതി ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും. പലർക്കും ജോലിയിൽ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്ക് താല്പര്യമില്ലാത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റാൻ ലഭിക്കാൻ ഇടയുണ്ട്. ഇത് താൽക്കാലികമായ അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും ഭാവിയിൽ ഗുണകരമായി ഭവിക്കും.
സാമ്പത്തികമായി തിരുവാതിരക്കാർക്ക് മെയ് മാസം സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. വരവിനൊപ്പം ചെലവുകളും വർദ്ധിക്കുന്ന ഒരു രീതിയായിരിക്കും അനുഭവപ്പെടുക. പ്രധാന വരുമാനത്തിന് പുറമെ ഉപജീവനത്തിനായി നടത്തുന്ന മറ്റു പ്രവർത്തനങ്ങളിൽ നിന്നും ധനം വന്നു ചേരും. പൂർവിക സ്വത്തുക്കളിൽ നിന്നോ ഇൻഷുറൻസ് ക്ലെയിമുകളിൽ നിന്നോ പണം ലഭിക്കാൻ സാധ്യതയുണ്ട്. പഴയ കടങ്ങൾ തിരികെ ലഭിക്കുന്നത് ആശ്വാസകരമാകും. ഓഹരി വിപണിയിലോ മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം. വികാരാധീനരായി വലിയ തുകകൾ നിക്ഷേപിക്കരുത്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം അനുകൂലമാണ്. ഭൂമിയിലോ സ്വർണത്തിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മെയ് 2ാം വാരം മുതൽ അനുകൂല സമയമാണ്. കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും. വീട് അറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങൾക്കോ വേണ്ടി അപ്രതീക്ഷിത ചെലവുകൾ വന്നേക്കാം. അത്യാഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള പ്രവണത നിയന്ത്രിക്കുന്നത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കും. തിരുവാതിര നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ മെയ് മാസം സ്നേഹവും കലഹവും ഇടകലർന്നതായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും അത് പറഞ്ഞു തീർക്കാൻ സാധിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ദമ്പതികൾ തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ സുതാര്യമാക്കാൻ ശ്രമിക്കുക. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ ഭാവിയെക്കുറിച്ചോ ഉള്ള ആശങ്കകൾ ഈ മാസം മാറും. ദൂരയാത്രകൾ കുടുംബത്തോടൊപ്പം നടത്താൻ അവസരം ലഭിക്കും. പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും. വീട്ടുകാരുടെ എതിർപ്പുകൾ മാറി അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും. എന്നാൽ അനാവശ്യമായ വാഗ്വാദങ്ങൾ ഒഴിവാക്കി ബന്ധം സുഗമമായി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ സന്ദർശനം മനസ്സിന് വലിയ സന്തോഷം നൽകും. വീട് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അതിനുള്ള നടപടികൾ തുടങ്ങാം. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ തിരുവാതിരക്കാർ മെയ് മാസത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അലർജി, ചർമ്മരോഗങ്ങൾ എന്നിവയുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം. കാലാവസ്ഥാ വ്യതിയാനം കാരണമുണ്ടാകുന്ന പനി, ജലദോഷം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് ഉദരസംബന്ധമായ അസുഖങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. കൃത്യമായ വ്യായാമം ശീലമാക്കുക. മാനസികമായി ചില സമയങ്ങളിൽ അനാവശ്യമായ ഉത്കണ്ഠയോ ഭയമോ തോന്നാം. ജോലിഭാരവും കുടുംബ ഉത്തരവാദിത്തങ്ങളും സമ്മർദ്ദമുണ്ടാക്കാം. ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുന്നത് മാനസിക ഉന്മേഷം നൽകും. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുക. അമിത വേഗത അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. നിങ്ങളുടെ ഒരു വാക്ക് ബന്ധങ്ങളിൽ വലിയ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഔദ്യോഗിക രംഗത്ത്. പ്രധാനപ്പെട്ട കരാറുകളിലോ നിയമപരമായ രേഖകളിലോ ഒപ്പിടുന്നതിന് മുൻപ് 2 തവണ വായിച്ചു നോക്കുക. മദ്യപാനം, പുകവലി തുടങ്ങിയ ശീലങ്ങളുള്ളവർ അത് പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കണം. കാരണം ഇത് ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കാം. ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി തിരുവാതിരക്കാർക്ക് ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. തിരുവാതിര ശിവന്റെ നക്ഷത്രമായതിനാൽ നിത്യവും ശിവക്ഷേത്ര ദർശനം നടത്തുക. തിങ്കളാഴ്ചകളിലോ തിരുവാതിര നക്ഷത്ര ദിവസമോ ശിവന് ധാര വഴിപാടായി നടത്തുന്നത് ഉത്തമമാണ്. നാഗദൈവങ്ങളെ ആരാധിക്കുന്നത് രാഹുദോഷം കുറയ്ക്കാൻ സഹായിക്കും. പുള്ളുവൻ പാട്ട് നടത്തുകയോ സർപ്പബലിയിൽ പങ്കുചേരുകയോ ചെയ്യാം. ഓം നമഃശിവായ മന്ത്രം നിത്യവും 108 തവണ ജപിക്കുക. ഇത് മനസ്സിന് ധൈര്യവും ആത്മവിശ്വാസവും നൽകും. ശനിയാഴ്ചകളിൽ നിർധനരായവർക്ക് വസ്ത്രമോ എള്ളോ ദാനം ചെയ്യുന്നത് കരിയറിലെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. പച്ചക്കറികൾ ദാനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ബുദ്ധിശക്തിയും സാമ്പത്തിക നേട്ടവും നൽകും. വിദ്യാർത്ഥികൾക്ക് മെയ് മാസം മികച്ചതാണ്. മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാൻ സാധിക്കും. ഉപരിപഠനത്തിനായി വിദേശത്തോ ദൂരസ്ഥലങ്ങളിലേക്കോ പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങും. ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകണം. സമൂഹത്തിൽ നിങ്ങളുടെ മാന്യതയും പ്രശസ്തിയും വർദ്ധിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവസരം ലഭിക്കും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുമെങ്കിലും അവരെ വിശ്വസിക്കുന്നതിന് മുൻപ് നന്നായി മനസ്സിലാക്കുക. മൊത്തത്തിൽ 2026 മെയ് മാസം തിരുവാതിര നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും പരിവർത്തനത്തിന്റെയും മാസമാണ്. ജോലിയിലും ബിസിനസ്സിലും മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമെങ്കിലും സാമ്പത്തിക ചടക്കവും ആരോഗ്യത്തിലുള്ള ശ്രദ്ധയും അത്യന്താപേക്ഷിതമാണ്. കുടുംബാംഗങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് വലിയ കരുത്തായി മാറും. ഈശ്വര വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോയാൽ മെയ് മാസം വരാനിരിക്കുന്ന ഏതൊരു വെല്ലുവിളിയെയും അതിജീവിക്കാനും വിജയങ്ങൾ കൈവരിക്കാനും നിങ്ങൾക്ക് സാധിക്കും. പൊതുവായ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കിയുള്ള ബലമാണിത്. വ്യക്തിപരമായ ജാതകത്തിലെ ദശാസന്ധികളും മറ്റു ഗ്രഹസ്ഥിതികളും അനുസരിച്ച് ബലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം.